സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതഹസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയ പരമ്പരയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് 7ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം. ഇതിലെന്താ പറഞ്ഞത്? ചതുർദശാത്മക ജഗത് രൂപേണ ജാതഃ, 14 ലോകങ്ങളായി ആയിത്തീർന്ന ഭഗവാന്റെ ഊർധ്വപ്രദേശം മുകളിലുള്ള സത്യലോകത്തിൽ ജാതോസി ധാതാ സ്വയം, ധാതാ സ്വയം ധാതാവായ ബ്രഹ്മാവ് ഉണ്ടായി. ആ ബ്രഹ്മാവ് ഹിരണ്യഗർഭം എന്ന് ശംസന്തി. വേറൊരു പേരാണ് ബ്രഹ്മാവിന് ഹിരണ്യഗർഭൻ. ത്രൈലോക്യ ജീവാത്മകം, 3 ലോകത്തിലുമുള്ള ജീവസ്വരൂപമാണ് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭനാണ് എല്ലാവർക്കും ജീവൻ നൽകുന്നത്. ആ ബ്രഹ്മാവാകട്ടെ സ്പീതരജോവികാരം, വർദ്ധിച്ച രജോ ഗുണം കൊണ്ട് നാനാസി സൃക്ഷാരസ, സൃഷ്ടികർമ്മത്തിനായിക്കൊണ്ട് തുനിഞ്ഞു, സൃഷ്ടികർമ്മത്തിനായിക്കൊണ്ട് ആഗ്രഹിച്ച് സൃഷ്ടി ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ആ സൃഷ്ടിക്ക് ആഗ്രഹിച്ചപ്പോൾ എന്താണോ ഉണ്ടായത് പറയണം. ശ്ലോകം: സ്വയം വിശ്വവിതർക്കദത്തഹൃദയ സംഭഷ്യമാനസ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലത്തസ്തിവാൻ താവത്വം ജഗതാം പദേ തപതപേത്തേമം ഹി വൈഹായസീം വാണീം ഏനമശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപപ്രേരണാം. പ്രപഞ്ചത്തിൽ ഏത് കാര്യം ഭംഗിയായിട്ട് നിർവഹിക്കണമെങ്കിൽ എളുപ്പമല്ല. ഏതിനും ഉണ്ട് അതിൻ്റേതായ വിഷമം. നമുക്ക് തോന്നും ഒരാൾ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് സുഖം, നമുക്ക് വിഷമേ ഉള്ളൂ. ഏതാൾക്ക് ഇവിടെ സുഖമുള്ളത്? ഏത് പ്രവൃത്തിക്കും അതിൻ്റെ വിഷമമുണ്ട്. ഏറ്റവും ആളോട് ചോദിച്ചാൽ അതാണ്. തൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, നിലം വിളിച്ചായ ഒരു കിൻഡൽ വിലയുള്ള ചാക്കുകൾ ഏറ്റി. ഡ്രൈവറോട് ചോദിച്ചാൽ അയാൾക്ക് തോന്നുന്ന അയാളുടെ പണിയാണ് വിഷമം. ഒരു സെക്കൻഡ് ശ്രദ്ധ തെറ്റിയാൽ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഡ്രൈവറുടെ പണി എളുപ്പമാണോ? ഓരോ സെക്കൻഡും അലർട്ടാവണം. ഒരക്കം എഴുതി തെറ്റിച്ചാൽ അത് തിരുത്തെങ്കിലും ചെയ്യാം. ഒരാളുടെ മേൽ വാഹനം കയറിയാൽ തിരുത്താൻ പറ്റുമോ? അപ്പോൾ എന്തുമാത്രം റിസ്ക്കുള്ള പണിയാണ്. ഇങ്ങനെ നമ്മൾ ഏത് പ്രവൃത്തി ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിന് വേണ്ടത് എന്താ? ഏകാഗ്രത, പരിശ്രമം പ്ലസ് ദൈവാനുഗ്രഹം. അങ്ങനെ ഒന്ന് വേണം. നമ്മളെത്ര ശ്രദ്ധിച്ചാലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. ആക്സിഡൻസൊക്കെ പലരും ആരും വിചാരിച്ചിട്ടല്ല വരുന്നത്, ആണോ? ആർക്കെങ്കിലും ആക്സിഡൻ്റ് ആവണം തൻ്റെ വണ്ടിയിൽ നിന്നുണ്ടാവുമോ? എതിർവശത്ത് വരണവർക്കും ഉണ്ടാവില്ല, നമ്മുടെ കൂട്ടക്കാർക്കും ഉണ്ടാവില്ല. അപ്പോൾ അത് ദൈവാധീന കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗ്യക്കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ മാത്രം കഴിവല്ലാത്തതിനാൽ ഏത് പ്രവർത്തിക്കും സ്വപരിശ്രമം കൂടാതെ ദൈവാനുഗ്രഹം ഉണ്ടാവണം. ഭാഗ്യം, ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് മുഴുവൻ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്രഹ്മാവ് ആഗ്രഹിച്ചത് എന്താ? വിശ്വവിസർഗദത്ത ഹൃദയ, ലോകം മുഴുവൻ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഗതി എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നു ഇതിപ്പോൾ എത്ര കേട്ടത്. അതിൻ്റെ സംഗതിയിലേക്കൊന്ന് ചിന്തിച്ചാൽ ഈ 14 ലോകങ്ങൾ സൃഷ്ടിക്കേണ്ട കടമ ആണ് ബ്രഹ്മാവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ രൂപകൽപ്പന ചെയ്യണം? എത്ര തരം ജീവജാലങ്ങളുണ്ട്, എത്ര വൃക്ഷങ്ങളുണ്ട്, എത്ര ലോകങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ, അത് ഇതെന്നും പറഞ്ഞ് എങ്ങനെ രൂപകൽപ്പന ചെയ്യണം? സ്വർഗത്തിൽ ആരാ വസിക്കേണ്ടത്? പാതാളത്തിൽ ആരാ വസിക്കേണ്ടത്? ചെറിയ സംഗതിയാണോ? വിശ്വവിസർഗതഹൃദയ എന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ളൊരു ബാധ്യതയാണ്. സംഭഷ്യമാന സ്വയം,
അപ്പോൾ ഇതിനെയൊക്കെ നോക്കി ഒരു വിധത്തിലുള്ള ആശയം മനസ്സിൽ വന്നില്ല. വിശ്വവിസർഗതയ സ്വയം സംപശ്യമാന വിശ്വവിഷയം ബോധങ്കൽ അനവാപ്യ. തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചില്ല. അപ്പം എന്തായി? ചിന്താകുലസ്തസ്തിവാൻ, ചിന്താകുലനായി. വിശ്വവിസർഗതയ സംപശ്യമാന സ്വയം ബോധം കല്ലു അനവാപ്യ. അവിടെയാണ് നെഗറ്റീവ്. അവാപ്യല്ല, അനവാപ്യ. ബോധം, അറിവ്, ലോകസൃഷ്ടിയെക്കുറിച്ചുള്ള ബോധം കിട്ടാതെ കണ്ട്. അനവാപ്യ, അവാപ്യ കിട്ടി, അനവാപ്യ കിട്ടാതെ, വിപരീതമാണ്. അനവാപ്യ കല്ലു അനവാപ്യ വിശ്വവിഷയം. എന്ത് കിട്ടിയില്ല? വിശ്വവിഷയം കിട്ടിയില്ല. ലോകത്തിന് വിഷയം കിട്ടണം, ആദ്യം ഉണ്ടാക്കണം വെച്ചാൽ വിശ്വവിഷയം ന കല്ലനവാപ്യ, ഒന്നും തന്നെ കിട്ടാതെ കണ്ട്. ചിന്താകുലസ്തസ്തിവാൻ, ചിന്താകുലനായി. തന്നെ നിശ്ചിതമായിട്ടുള്ള കടമ ചെയ്യാണ്ടി പറ്റില്ല. ബ്രഹ്മാവാദി ഈച്ച എറുമ്പോളം കർമ്മബന്ധൻ എന്നറിഞ്ഞാലും ആരും കർമ്മബന്ധത്തിന് അതീതമല്ല, ചെയ്യാതെ പറ്റില്ല. നമുക്കൊരു ചുമതല തന്നു, ജോലിയാവട്ടെ, വേറൊന്നാവട്ടെ, പൊതുപ്രവർത്തനമാവട്ടെ, അത് കഴിയണവരെ സ്വൈര്യം ഉണ്ടാവുമോ? അത് ചെയ്യണം. അതിനുള്ള അറിവുണ്ടോ വെച്ചാൽ ഉണ്ടാവില്ല. അതവരോട് ചോദിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം, സ്റ്റഡി ചെയ്യണം, തെറ്റോതെ നിർവഹിക്കണം. എളുപ്പമല്ല. അതേ അവസ്ഥയാണ് ബ്രഹ്മാവിന്. ഈശ്വര എങ്ങനെ സൃഷ്ടി ചെയ്യും? ബോധം ഖലു അനവാപ്യ, ഖലു അവ്യയം, അനവാപ്യ കിട്ടിയില്ല, ബോധം കിട്ടിയില്ല. വിശ്വവിഷയം, വിശ്വവിഷയത്തെക്കുറിച്ചുള്ള ബോധം കിട്ടാതെ കണ്ട് ചിന്താകുലസ്തസ്തിവാൻ, ചിന്താകുലനായി മൗഢ്യമായി ഇരുന്നു. എങ്ങനെ സൃഷ്ടിക്കാനാണ്? സൃഷ്ടിക്കാണ്ടിരിക്കാനാണ് പറ്റൂല. അതിൻ്റെ ഡ്യൂട്ടിയാണ്, കടമയാണ്. സ്വയം വിസർഗദത്ത, വിസർഗം സൃഷ്ടി, വിസർഗം സൃഷ്ടി, ലോകസൃഷ്ടി, അതിനെക്കുറിച്ച് സംപശ്യമാന സ്വയം ബോധം കല്ലു അനവാപ്യ, സൃഷ്ടിക്കണേക്കുറിച്ചുള്ള ബോധം കിട്ടാതെ കണ്ട്. വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ, ലോകത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ചിന്താകുലനായി സ്ഥിതി ചെയ്തു. തസ്തിവാൻ, സ്ഥിതി ചെയ്തു, ചിന്താകുലനായിട്ട് സ്ഥിതി ചെയ്തു. അപ്പം എന്തുണ്ടായി? താവത്തഞ്ചഗതാമ്പതേ തപതപേത്യേകം ഹി വൈഹായസീം വാണീം ഏനമശിശ്രവസ്തുതിസുഖാം കുർവൻ തപപ്രേരണാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ വിചാരിച്ച പോലെ അങ്ങോട്ട് സംഭവിക്കുക. ഒരു ഈശ്വര സങ്കല്പം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. ഇവിടെ ഇപ്പം എങ്ങനെയാണ് ലോകം സൃഷ്ടിക്കേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ അതിന് മറുപടി കൊടുത്തു. ബ്രഹ്മാവേ, ഇതാണ് അങ്ങ് ചെയ്യേണ്ടത്. എന്ത്? തപതപേത്യേകം ഈ വൈഹായസീം വാണി, വൈഹായസി വാണി, ആകാശവാണി. നമ്മുടെ ആകാശവാണിയല്ല കേട്ടോ, ആൾ ഇന്ത്യ റേഡിയോ എന്നങ്ങനെ വരാൻ എന്താ കാരണം? ആകാശത്തിൽ കൂടെ വരുന്ന വാണി ആണ് ആകാശവാണി. ഇവിടെ ആകാശവാണി എന്നുള്ളതാണ് വൈഹായസീം വാണി. വൈഹായസി ആകാശം. ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. അതിനാണ് നമ്മൾ അശരീരി എന്ന് പറയുക. ശരീരി എന്ന് പറഞ്ഞാൽ ശരീരം ഉള്ളത്, അശരീരി എന്ന് പറഞ്ഞാലോ ശരീരം ഇല്ലാത്തത്. ആരെ പറഞ്ഞാൽ നോക്കിയാൽ കാണില്ല, ശരീരം കാണാനില്ല, ശബ്ദം മാത്രം കേൾക്കുക. അതിനെയാണ് വൈഹായസീം വാണിയും അല്ലെങ്കിൽ അശരീരി. ഒരശരീരി കേട്ടു. ജഗദാംബതേ താവത്വം ജഗദാംബതേ, ലോകനാഥ. അപ്പോൾ ഇന്ദ്രവടി പ്രേരിപ്പിച്ചിട്ട്, ഇന്ദ്രവടിയാൽ പ്രേരിതനായിട്ടാണ് ആകാശവാണി ഉണ്ടായത്. ഭഗവാനാണ് അതിൻ്റെ പിന്നിൽ കിടക്കുന്നത്. ജഗദാംബതേ, എന്താണ് ആകാശവാണി? തപ 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 തപ, ഇതാണ് തപ തപേതി, തപസ് ചെയ്യുക. ഇതി ഇതി ഏവം ഇത്യേവം, തപ തപേത്യേവം ഹി വൈഹായസീം വാണിയാണ് കേട്ടത്. എന്ത് ആകാശവാണിയാണ് കേട്ടത്? തപ തപ
എന്ന വൈഹായസീം വേണിയും അശിശ്രവ. ആ ആകാശവാണി, ആകാശ ശബ്ദം, അശരീരി ശബ്ദം കേട്ടു. എന്ത് അശരീരി ശബ്ദം? തപ തപേത്യേവം വൈഹായസീം വാണി. തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന അർത്ഥം വരുന്ന തപ തപ എന്ന വാക്ക്. ഭാഗവതത്തിൽ ഷോഡശമേകവിംശം. ത ഷോഡശാണ്, 16ാമത്തെ. പ ഏകവിംശം. അക്ഷരമാലയിൽ ഒന്ന് കണക്കാക്കിയാൽ നമുക്ക് ത എപ്പോഴാണ് കിട്ടുക? അ ആ ഇ ഈ ഉ ഋ എ ക ഖ ഗ ഘ ങ ച ഛ ജ ജ ത. അപ്പോൾ 16 ശരിക്കും വരിക. ആ കൂടെ ഒരു 5 കൂടിയും കൂട്ടിയാൽ പാന്നും വരും. 21. തപതപേത്യേകം കി വൈഹായസീം വാണീം. സ്പർശ ആ തപസ് ചെയ്യുക എന്ന വാണി അശിശ്രവ കേട്ടു. അത് വളരെ സുഖമുള്ള ശബ്ദമാണ്. ഒന്നാമത് ഈശ്വരൻ്റെ ശബ്ദമാവുക. ശബ്ദം എപ്പോഴും നല്ലതാവും. ശ്രുതി സുഖം, കേൾക്കാൻ സുഖമുള്ള. വാണി അശിശ്രവ കേട്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? കുർവം തപപ്രേരണാം. തപ എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. മുദ്രാവാക്യം പോലെയുണ്ട്. തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. തപ തപ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. ഏവം ഹി വൈഹായസീം വാണീം ശ്രുതി സുഖം അശിശ്രവ. കേൾക്കാൻ സുഖമുള്ള വാണി കേട്ടു. അതിനുവേണ്ടി തപസ് ചെയ്യണം, എന്നാലേ അങ്ങേക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. കുർവൻ തപപ്രേരണാം. തപസ്സിനായിക്കൊണ്ടുള്ള പ്രേരണ അങ്ങ് ആകാശവാണിയിൽ കൂടെ ചെയ്തു. സർവേശ്വര, അങ്ങാണല്ലോ ഇതിന് കാരണക്കാരൻ. അങ്ങനെ തപപ്രേരണ, തപസ്സിനായിക്കൊണ്ടുള്ള പ്രേരണ ബ്രഹ്മാവിന് തപ തപ എന്ന വാക്കിൽ കൂടെ ഉണ്ടായി. ഇപ്പം വിസർഗദത്ത ഹൃദയനായിരിക്കുന്ന ബ്രഹ്മാവ് വിശ്വത്തെ ചട്ടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ബോധം കല്ലു അനവാപ്യ, ഒരു ബോധവും കിട്ടാതെ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ, വിശ്വത്തിൻ്റെ വിഷയത്തെ ചിന്തിച്ചു. എന്തിനെ സൃഷ്ടിക്കണം എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് വൈഹായസീം വാണിയും അശിശ്രവാഹ. വൈഹായസീം വാണി അശരീരി. എന്താണ്? തപ തപേതി. തപ തപ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്നർത്ഥം വരുന്ന വൈഹായസീം വേണി വാണി, വൈഹായസീം വാണിയും അശിശ്രവാഹ. ആകാശത്ത് നിന്ന് വരുന്ന ശബ്ദത്തെ കേട്ടു. ശ്രുതി സുഖാം. അങ്ങനെ തപപ്രേരണ ചെയ്തു. തപസ് ചെയ്താലേ ലോകം തെറ്റിക്കാനായിട്ട് അങ്ങേക്ക് കഴിയുകയുള്ളൂ. ആകാശത്തിൽ കൂടെയുള്ള വാണിക്ക് ആകാശവാണി, ശരീരമില്ലാത്തത് കൊണ്ട് അശരീരി എന്നും പറയും. ശരീരമില്ലാത്തതുകൊണ്ട് അശരീരി ആയത്. അപ്പം ത എന്നും പ എന്നുമുള്ള അക്ഷരമാണ് അശരീരി. വേറൊന്നുമില്ല. തപ 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 തപ. അനവധി തപസ് ചെയ്യണം, എന്നാലേ സൃഷ്ടി കർമ്മത്തിനുള്ള ജ്ഞാനം അല്ലയോ ബ്രഹ്മദേവ അങ്ങേക്ക് ഉണ്ടാവുകയുള്ളൂ. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാംബദേ തപതവേത്യേവം ഹി വൈഹായസീം വാണീം ഏനമശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപപ്രേരണാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.